കടപ്പുറം ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് പോയി കൊല്ലപ്പെട്ട ആശാ ശരത്തിന്റെ വീടിന്റെ മുന്നിലാണുള്ളത്. ഒരു വർഷത്തിനിടെ ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും വരേണ്ടി വരുന്നത് ഈ കുടുംബത്തിന് നീതി ലഭിക്കാത്തതുകൊണ്ടാണ്. രണ്ട് കുട്ടികളുടെ അമ്മയായ 31-കാരി കഴിഞ്ഞ ജനുവരിയിലാണ് മരിച്ചത്. അരമണിക്കൂറിനുള്ളിൽ തീരേണ്ട ഒരു ചെറിയ ശസ്ത്രക്രിയയ്ക്ക് പോയ ആശ തിരിച്ചെത്തിയത് ജീവനില്ലാതെ. ഞാനുള്ള സമയത്ത് പറഞ്ഞത് ഫോറൻസിക് റിപ്പോർട്ട് വരാനുള്ള കാലതാമസമാണ് ഈ ഒരു പാനൽ ബോർഡ് കൂടാനൊക്കെ എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പോയി ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അത് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അന്വേഷണമൊന്നും ആയിട്ടില്ല, ഒന്നും അങ്ങോട്ടേക്ക് മുന്നോട്ടായിട്ട് പോയിട്ടില്ല. പ്രതീക്ഷയൊന്നും ഇല്ല. ഇനിയിപ്പോൾ ആ പ്രതീക്ഷയൊക്കെ നമുക്കില്ല. ഗർഭകാലത്ത് പലതവണ സ്കാൻ ചെയ്തിട്ടും കുഞ്ഞിന്റെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ഉയർന്ന ഒടുവിലത്തെ പരാതി. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞെങ്കിലും പതിവ് പോലെ ഒന്നും നടന്നിട്ടില്ല. ആരോഗ്യനില വഷളായ കുഞ്ഞ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്രയൊക്കെ കണ്ടിട്ടും കാണാത്ത കണ്ണടച്ചിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാനാ? വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയും നിരവധി പരാതികളുണ്ട്. ചികിത്സാ പിഴവിനെ തുടർന്നുള്ള മരണങ്ങൾ, കുത്തിവെപ്പിനെ തുടർന്ന് രോഗികൾക്കുണ്ടായ പ്രശ്നങ്ങൾ, പരിശോധനാ ഫലം മാറിക്കൊടുക്കൽ, അങ്ങനെ ഒട്ടേറെ പരാതികൾ ഉയർന്നെങ്കിലും ഒന്നിലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എല്ലാത്തിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ ബോർഡിലൂടെ പോലീസ് അന്വേഷണവും ഡോക്ടർമാർ തന്നെ അട്ടിമറിക്കും. ഭരണകൂടം എന്തിനാണ് കുറ്റക്കാരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ആ വിഭാഗത്തെ ഭരണകൂടത്തിന് ഭയമാണോ? രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.